ഇനി നമുക്കൊരു ചെമ്മീൻ അച്ചാറുണ്ടാക്കാം. അത് നമുക്ക് ചെറുതായാലും വലുതായാലും കുഴപ്പമില്ല. ചെറുതാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. ചെറുത് നേരാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതേപോലെ നേരാക്കിയിട്ട് കഴുകി വൃത്തിയാക്കി കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളകും പൊടി, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വരെ ഒന്ന് കൈ വെച്ചിട്ട് തന്നെ ഇതൊന്ന് തിരുമ്പി കൊടുക്കാം. എന്നിട്ട് നമുക്കത് ഒരു അരമണിക്കൂർ നമുക്കത് മാറ്റി വെക്കണം. എല്ലായിടത്തൊക്കെ ഒന്ന് പിടിക്കുന്ന വരെ, ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിക്കുന്ന വരെ ഒന്ന് മാറ്റി വെക്കുക. പിന്നെ നമുക്കത് ഒന്ന് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കണം. കൂടുതൽ നേരം വറുക്കരുത്, നല്ലോണം ഹാർഡാവുന്ന വരെ ഇത് വറുത്ത് വെക്കരുത്. അപ്പം നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായാൽ കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ആ ചെമ്മീനൊന്ന് വറുത്തെടുക്കാം. ഒന്ന് വെന്താൽ മതി. കൂടുതൽ വേവുന്ന വരെ അല്ലെങ്കിൽ മൊരിയുന്ന വരെ ഒന്നും ഇതിൽ വെക്കരുത്. മൊരിഞ്ഞ് കഴിഞ്ഞാലും കൂടുതൽ വെന്ത് കഴിഞ്ഞാലും ഭയങ്കര ഉറപ്പാണ്ടാവുക ചെമ്മീൻ കഴിക്കുമ്പോൾ. അപ്പോൾ ഇതേപോലെ നമുക്ക് വെളിച്ചെണ്ണയാണ് നല്ലത്. വെളിച്ചെണ്ണ കുറച്ച് നാൾ ഇരിക്കുക വെച്ചെങ്കിൽ നമുക്ക് നല്ലെണ്ണ എടുക്കുക. പെട്ടെന്ന് ഇത് കഴിയുന്ന അച്ചാർ കഴിയുന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ മതി. വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് കൂടുതൽ. വെളിച്ചെണ്ണ ആകുമ്പോൾ കൂടുതൽ നാൾ ഇരിക്കില്ല. നല്ലെണ്ണ ആകുമ്പോൾ കുറേ നാൾ ഇരിക്കും. അതേപോലെ നമ്മൾ ചെമ്മീനൊക്കെ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. 2-3 പ്രാവശ്യമായിട്ട് ഇത് വറുത്തെടുക്കുക. പെട്ടെന്നാവും. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി അടുത്ത ട്രിപ്പ് ഇട്ടിട്ട് അത് നമുക്ക് ഇതേപോലെ വേവിച്ചെടുക്കുക. ഇനി നമുക്ക് ആ എണ്ണയിൽ തന്നെ കുറച്ച് കടുകിട, കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിൽ കുറച്ച് കടുകിട്ട് കുറച്ച് വേപ്പിൻ്റെ ഇല, നമുക്ക് ഇനി വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പിൻ്റെ ഇലയും കൂടി ചതച്ചത് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് മൊരിയണം. ഈ ചതച്ചത് നമുക്ക് അതിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൊരിയുന്ന വരെ നമുക്കത് ഇളക്കി കൊടുക്കണം. പച്ചക്ക് ഇത് ഇട്ട് കൊടുക്കരുത്, നല്ലോണം ഒന്ന് മൊരിയണം. ഇതേപോലെ മൊരിഞ്ഞാൽ നമുക്ക് അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ അരപ്പ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്താൽ പ്രത്യേകം ശ്രദ്ധിക്കണം. മൊരിയുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. ഇതേപോലെ മൊരിഞ്ഞാൽ നമുക്ക് അച്ചാർ പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. അതും ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് മൊരിച്ചെടുക്കണം. പച്ചമണമൊക്കെ ഒന്ന് പോയി പൊടിയുടെ കളറൊക്കെ മാറുന്നവരെ നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കണം. ഇതേപോലെ ആയാൽ നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതും ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് സുർക്കയാണ്. അത് നമുക്ക് കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കണം. പൊടിയൊക്കെ ഒന്ന് നനയുന്ന വരെ ഇതേപോലെ ഒന്ന് കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കുക. ഇനി കൂടുതൽ ചെമ്മീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ പൊടികളും കുറച്ച് കൂടുതലിടും. അത് 1/2 കിലോ നേരാക്കിയ ചെമ്മീനാണ്, 1 കിലോ വാങ്ങിയതാണ്. നേരാക്കി വെക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കതൊന്ന് നല്ലോണം തിളച്ചാൽ നമുക്ക് ഈ മീൻ അതിൽ ഇട്ട് കൊടുക്കാം, ചെമ്മീൻ. അപ്പോൾ നമുക്കത് കുറച്ച് ഇതിൽ മാറ്റി വെക്കണം. 2-3 ടീസ്പൂണ് ചെമ്മീൻ നമുക്കതിലേക്ക് ഒരു പിടി ചെമ്മീൻ മാറ്റി വെക്കണം. അത് നമുക്കതിലേക്ക് ഒരു അച്ചാർ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് ചേർക്കണം. അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. ചെറിയ തരി ഉണ്ടായാലും കുഴപ്പമില്ല. ഒന്ന് ഇതേപോലെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി അച്ചാറിടുമ്പോൾ എന്തായാലും ഇതേപോലെ ചെയ്യണം കേട്ടോ. അല്ലാണ്ട് ചെമ്മീൻ അച്ചാറിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കൂടുതൽ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ എല്ലാതും പൊടികളും മീനും പൊടിച്ചതൊക്കെ കൂടി ഇട്ടിട്ട് നമ്മുടെ മീനച്ചാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ചെമ്മീൻ കിട്ടുമ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് അച്ചാറുണ്ടാക്കി നോക്കുക. നല്ലെണ്ണയിലാകുമ്പോൾ നമുക്കത് കുറേ നാൾ ഈ അച്ചാർ ഇരിക്കും. വെളിച്ചെണ്ണയിലാകുമ്പോൾ കുറച്ച് നാളേ ഇരിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്യുക.